അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പരിശുദ്ധമായ റജബ് മാസം എൻ്റെ പ്രിയപ്പെട്ടവരെ തീരുന്നതിൻ്റെ മുമ്പായി തീർച്ചയായും നാം പറയുന്ന ചില ഇസ്മുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ഇത് ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും ഈ പരിശുദ്ധമായ ബർക്കത്താകപ്പെട്ട റജബ് മാസത്തിൽ തീപാറും വേഗത്തിൽ തന്നെ നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്ന വളരെ പവർഫുള്ളുള്ള എഫക്റ്റീവായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, റജബ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നാം സംസാരിച്ചു. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ മാസം എന്ന രീതിയിൽ അള്ളാഹു അവതരിപ്പിച്ച മാസമാണ്. ഷഹറുൻ റജബുൻ ഷഹറുല്ല എന്നാണ്. എൻ്റെ അള്ളാഹുവിൻ്റെ മാസം, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട മാസം. പ്രത്യേകിച്ച് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ച മാസം അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. കാരണം ഈ ബർക്കത്താകപ്പെട്ട മാസത്തിൽ ഒരുപാട് ബർക്കത്തിൽ ചോദിക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ശരീരം കൊണ്ട് നാം ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കപ്പെട്ട ഈ മാസം അള്ളാഹു നമുക്ക് നൽകിയത് വലിയ ഭാഗ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൽ നാം പറയുന്ന ഒരു ഇസ്മ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ഉദ്ദേശങ്ങൾ തീപാറും വേഗത്തിൽ അത് അല്ലാഹു നമുക്ക് പൂവണിയാൻ വേണ്ടി നാം ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു ഇസ്മിനെ കുറിച്ച് പറയുന്ന ഒരു ചെറിയ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ ഇസ്മിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇസ്മിൻ്റെ അർത്ഥം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. നമുക്ക് കാരണം 3 തവണ മോദിയാൽ തന്നെ പരിശുദ്ധ ഖുർആൻ മുഴുവനും മോദിയ പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തു ഇഖ്ലാസ്, അതായത് സൂറത്ത് കുൽ ഹുവല്ലാഹു അഹദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്. ഈ സൂറത്ത് ഒരാൾ 3 തവണ മോദി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് 3 തവണ ഒരാൾ ഓതിയാൽ അവൻ്റെ വിശുദ്ധ ഖുർആൻ പരിപൂർണ്ണ ഓതിയ പ്രതിഫലം നൽകുന്ന ഈ സൂറത്ത്. ഇതിൽ പറയുന്ന ഒരു വാക്കുണ്ട്, കുൽ ഹുവല്ലാഹു അഹദ്. കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്നുള്ള വാക്ക്. സ്വമദ് എന്ന് പറഞ്ഞാൽ ആശാകേന്ദ്രൻ, അതായത് നിരാശൻ. അവൻ ആരെയും ആശ്രയിക്കാത്തവനാണ്. എല്ലാവരും അവനോട് ആശ്രയിക്കും, പലതും ചോദിക്കും, അത് വേണം ഇത് വേണമെന്ന്. എന്നാൽ അള്ളാഹു ആരോടും ആശ്രയിക്കൂലല്ലോ, അള്ളാഹു ആരോടൊന്നും ചോദിക്കൂല, അള്ളാഹുവിനോട് പലതും ചോദിക്കും. ആ അള്ളാഹുവിൻ്റെ ആ ഒരു ഇസ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ പവിത്രമായ ഇസ്മാണ്. ആ ഇസ്മ അള്ളാഹുവിൻ്റെ മുമ്പിൽ മുൻനിർത്തിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ്. അതിൻ്റെ കൃത്യമായ കണക്ക് 1000 പ്രാവശ്യമാണ്. 1000 പ്രാവശ്യം പറയാൻ ഒരുപാട് സമയം വേണ്ടി വരില്ല. യാ സമദ് യാ അള്ളാഹ്, യാ സമദ് യാ അള്ളാഹ്, യാ സമദ് യാ അള്ളാഹ് എന്നിങ്ങനെ 1000 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നാം ചോദിക്കുന്ന കാര്യം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കത് അള്ളാഹു നിറവേറ്റിത്തരും. പ്രത്യേകിച്ച് മഗ്ഫിറത്തിൻ്റെ മാസമാണ് റജബ്. ഈ മഗ്ഫിറത്തിൻ്റെ മാസമായ റജബ് മാസത്തിൽ ഈ ഒരു ഇസ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ പവിത്ര നിറഞ്ഞതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ തീപാറും വേഗത്തിൽ, അതിനേക്കാൾ വളരെ പെട്ടെന്ന് അള്ളാഹു നിറവേറ്റിത്തരുന്ന യാ സ്വമദ് യാ അള്ളാഹ്, യാ ആശാ കേന്ദ്രൻ, നിരാശ്രയൻ, ഒരാളെയും ആശ്രയിക്കാത്തവനായ അള്ളാഹ്, നിന്നോട് ആശ്രയിക്കുന്ന റബ്ബേ, എൻ്റെ ഇന്ന മുറാദ് എനിക്ക് നീ ഹാസിലാക്കി തരണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചു നോക്ക്. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുറാദ് ഹാസിലാകും. യാ സമദ് എന്ന് അള്ളാഹുവിനെ ഇങ്ങനെ വിളിക്കുമ്പോൾ അതിൻ്റെ വലിയ പുണ്യവും അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, അവിടെ എല്ലാം പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റി നല്ലൊരു ജീവിതം അള്ളാഹു എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. പരിശുദ്ധമായ റമദാൻ മാസം നമുക്ക് കടന്നു വരാൻ പോവുകയാണ്. അതിൻ്റെ മുമ്പുള്ള ഈ റജബ് ഷഹറുല്ല തീർച്ചയായും വളരെ പവിത്രതയോടുകൂടി കാണും. ശത്രുവിനെ നേരിൽ കണ്ടാൽ പോലും വധിക്കാത്ത ജാഹിലിയ കാലത്ത് തന്നെ ഇതിന് പവിത്രത നൽകിയിരുന്ന മാസമാണ് റജബ് എന്നുള്ള മാസം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.